നിധി സുധീഷിനെ കളിയാക്കിയിട്ട് ഓരോന്ന് പറയാണ്. പാവം കഥ കടച്ച് ഒറ്റയ്ക്ക് ഇരിക്കുക കുട്ടി. നിങ്ങൾ പോയി വിളിച്ചാൽ ഉറപ്പായും കഥക് തുറക്കുക കുട്ടി. ചെല്ല്, എന്നിട്ട് നടന്നതെല്ലാം കുട്ടിയോട് പറ. നിങ്ങൾക്ക് നടന്നത് ഒരു റിയൽ കല്യാണമല്ല, അതൊരു ഫേക്ക് മാരേജാണ്. ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട്, ഉടനെ അത് കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ആ കുട്ടിക്കൊരു ഇഷ്ടം തോന്നും. സുധീഷ് ചോദിക്കും, എന്താ നിധി പറയുന്നത്? ഇവൻ പോയിട്ട് ആ കുട്ടിയെ കാണണമെന്നാണോ? അതെ സുഭാഷ് ഏട്ടാ, സുധീഷ് പറഞ്ഞൊക്കെ ലോജിക്കലി കറക്റ്റ് തന്നെയല്ലേ. സത്യതായ സ്ഥിതിക്ക് സുധീഷ് ആ കുട്ടിയുടെ അടുത്തേക്ക് പോട്ടെ. സുഭാഷിന് കാര്യം മനസ്സിലാവും. ഇതൊക്കെ കാണുമ്പോൾ ഹരീഷിന് ചിരി വരും. ഹരീഷ് നികേഷിനോട് പറയും, ഇതിപ്പോൾ ടിസ്റ്റോടെ ടിസ്റ്റായല്ലോ. നികേഷ് പറയും, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നിധി പറയും, ഞാൻ പോയിട്ട് എല്ലാ സത്യങ്ങളും പറയാം. എൻ്റെ വീട്ടിൽ ഇഷ്ടമില്ലാത്തൊരു കല്യാണം ആലോചിച്ചു, അതിന്ന് നിങ്ങളെന്നെ രക്ഷിച്ചതാണെന്നൊക്കെ. അച്ഛൻ ആ സമയത്ത് വന്നിട്ട് സുധീഷിനെ കളിയാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ്. സുധീഷിനാണെങ്കിൽ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ദേഷ്യം വരും. മോളെ നിധി, എൻ്റെ മോൻ പറയുന്നത് ഞാൻ പുറത്തുനിന്ന് കേൾക്കായിരുന്നു. ഒരു ദീർഘപ്രസംഗം നടത്തിയിട്ട് എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കി രക്ഷപ്പെടാമെന്നാവാൻ കരുതിയത്. മോളെ, നീ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നീ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ പെൺകുട്ടി വല്ല ഫാനിലൊക്കെ കെട്ടിത്തൂങ്ങി ചാവും. അത് കേൾക്കുമ്പോൾ സുധീഷിന് പേടിയാവും. പിന്നെ നിന്നെ കാണാൻ ഞങ്ങൾ വല്ല വിയൂരോ കണ്ണൂരോ ഒക്കെ വരേണ്ടി വരും. സുഭാഷ് സുധീഷിനോട് ചോദിക്കും, എടാ ആ കുട്ടി അങ്ങനെ വല്ലതും ചെയ്യോടാ? ഹരീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല സുഭാഷ് ഏട്ടാ. അച്ഛൻ ചോദിക്കും, അത് നിനക്കെങ്ങനെ അറിയാടാ? ഇവനെപ്പോലെ ഒരുത്തനെ കണ്ടിട്ട് പ്രേമം തോന്നിയ പെണ്ണാ, അപ്പം അതിന് അത്രയ്ക്കൊക്കെ മനസ്സുറപ്പുണ്ടാവും. ഹരീഷ് പറയും, അതും ശരിയാ. നിധിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ചിരി വരും. അച്ഛൻ പറയും, ആ വാതിൽ തുറന്നു നോക്കിയാലേ അറിയൂ ആ പെണ്ണ് ചത്തോ ജീവനോടോ ഉണ്ടോയെന്നൊക്കെ. സുഭാഷ് പറയും, ഇങ്ങനെ വെറുതെ പേടിപ്പിക്കില്ല അച്ഛാ. സുധീഷ് പറയും, നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാ ഞാൻ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച പോലെയാണല്ലോ. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, ഞാൻ തീർത്തോളാം. നിധി പറയും, നിൽക്ക് അങ്ങനെ അങ്ങ് പോവല്ലേ. ഇതിപ്പോൾ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. ആ കുട്ടി വാതിലടച്ചാടെ നിൽക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള വാർത്തയാണ്. അത് നടന്നിട്ടില്ലെന്ന് ആ കുട്ടി ആദ്യം ബോധ്യപ്പെടുത്തണം. നിധി പറയും, അത് ഞാൻ പോയിട്ട് അവരോട് പറയാം. അവരെല്ലാവരും പറയും, അത് വേണ്ട എടുത്തി പോകണ്ട. നിധി പറയും, അത് വേണം, അതെന്തായാലും ചെയ്യണം. ഒന്നാമത് ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ പോണില്ല, അപ്പോൾ സുധീഷിനെ ഫ്രീ ആക്കല്ലേ ചെയ്യേണ്ടത്. സുധീഷ് പറയും, അതൊന്നും വേണ്ട, നിധി വെറുതെ ഇതിൽ ഇടപെടേണ്ട. നിധി പറയും, അത് വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഗായുവിനെ നഷ്ടപ്പെടാൻ പാടില്ല. സുധീഷ് പറയും, അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ. നിധി പറയും, വെറുതെ ഒന്നുമല്ല, ബസ് സ്റ്റോപ്പിൽ വന്ന് സംസാരിക്കുന്നത് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് അവളോട് നല്ല ഇഷ്ടമുണ്ടോന്ന്. നിധി ചോദിക്കുക, എന്തിനാ സുധീഷേ പാവൊരു കുട്ടിയെ മോഹിപ്പിച്ചിട്ട് ശാപം ഏറ്റുവാങ്ങുന്നത്? നിങ്ങളുടെ ഗായുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തരും. ഇത് കേൾക്കുമ്പോൾ സുധീഷിനാകെ കൂടെ പേടിയാവും. സുധീഷ് പണ്ട് പാടിയ ഓരോ പാട്ടുകളൊക്കെ നിധി പാടുകയാണ്. ഇത് കേൾക്കുമ്പോൾ സുധീഷ് പറയും, സുഭാഷ് ഏട്ടാ കേട്ടില്ലേ ഇതൊക്കെ? സുഭാഷ് പറയും, ശരിയാ മോളെ, നീ അങ്ങോട്ടൊന്നും പോകണ്ട. നിധി പറയും, ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ തീർക്കേണ്ടത്, ഞാനെന്തായാലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സുധീഷ് പറയും, അതൊന്നും വേണ്ട, എന്തിനാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നിധി നികേഷിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ്. പോകുമ്പോൾ നികേഷ് നിധിയോട് കാര്യം തിരക്കുമ്പോൾ നിധി പറയും, അങ്ങേർക്ക് പെൺകുട്ടികളെ കാണുമ്പോൾ കുറച്ച് പഞ്ചാര കൂടുതലാണ്, ഇത് നിന്റെ ചേട്ടനൊന്ന് ഷോക്കാക്കാൻ വേണ്ടി തട്ടിവിട്ടതാ, ഇനി അയാൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ നികേഷിന് സന്തോഷം തോന്നും. സുധീഷ് വീട്ടിൽ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അച്ഛൻ വന്ന് സുധീഷിനോട് ചോദിക്കും, എന്താടാ വലയെ കുടുങ്ങിയ മീനിനെ പോലെ കിടന്ന് പിടയ്ക്കുന്നത്? നിധി ഇപ്പോൾ ആ പെൺകുട്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണോ? നിനക്ക് എന്നെ ചീത്ത വിളിക്കാനും എന്നെ തിരുത്താനൊക്കെ എന്തൊരു മിടുക്ക. എന്നിട്ടിപ്പോൾ നീ ചെയ്തു വെച്ചിരിക്കുന്ന പോക്കിരുത്തരം എന്താ? ഇനിയിപ്പോൾ ഒന്നുമില്ല, ഒരേ സമയം 2 ഭാര്യമാരായിട്ട് നീ അങ്ങ് ജീവിക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിന് ദേഷ്യം തോന്നും. അച്ഛൻ പറയും, നിധി നീ വീട്ടിൽ നിൽക്കാൻ പോണില്ല, ഉറപ്പാണ്, നിന്റെ ജീവിതം ഇതോടെ തീർന്നു. അച്ഛൻ പുറത്തോട്ട് നടന്നിട്ട് സുധീഷിനെ കളിയാക്കി പാട്ട് പാടുകയാണ്. സുധീഷ് ഓടിച്ചെന്ന് സുഭാഷിനോട് ചോദിക്കും, സുഭാഷ് ഏട്ടാ ശരിക്കും അവൾ ഗായത്രിയെ കൂട്ടിക്കൊണ്ടുവരാനാണ് പോയത്? ഹരീഷ് പറയും, പിന്നല്ലാതെ, സുധീഷ് ഏട്ടൻ മുന്നിൽ വെച്ചിട്ടല്ലേ അത് പറഞ്ഞത്. സുധീഷ് പറയും, അതിന് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ഹരീഷ് പറയും, ബന്ധമില്ലാഞ്ഞിട്ടാ, നിങ്ങൾ പ്രേമിച്ച് നടന്നല്ലേ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. സുഭാഷ് പറയും, അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടേക്കൊന്ന് വൃത്തിയാക്കണം. അതും പറഞ്ഞ് ഹരീഷും സുഭാഷും കൂടെ അവിടെയൊക്കെ തട്ടിയടിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സുധീഷിന് പിന്നെയും പേടിയാവും. സുധീഷ് വന്നിട്ട് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയും, വെറുതെ എന്നെ ശല്യപ്പെടുത്തല്ലേ, മാറി നിൽക്ക്. നികേഷും നിധിയും കൂടെ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവരോട് പറയും, ഞാൻ സുധീഷിൻ്റെ വൈഫാണ്, ഗായത്രി ഒന്ന് കാണേണ്ടിയിരുന്നു. അവളുടെ കൂട്ടുകാരികൾ പറയും, അവൾ മുകളിലെ റൂമിലാണുള്ളത്, ഇതുവരെ കതക് തുറന്നിട്ടില്ല. നിധി പറയും, ഞാനൊന്ന് പോയി നോക്കട്ടെ. അതും പറഞ്ഞ് നിധി മേലോട്ട് പോവാണ്. ഗായത്രി ആണെങ്കിൽ ഒരു വിഷമത്തോടെ റൂമിൽ ഇരിക്കുന്നതാണ് കാണുന്നത്.